എങ്ങനെ വീട്ടിൽ പോകും? നടക്കാൻ പറ്റുമോ? ആമി ചോദിച്ചു. അവൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയുന്നുണ്ടായിരുന്നില്ല. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പെണ്ണ്. എടാ, നീ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിക്കേ, ഉമ്മ പറഞ്ഞു. അവളെ തൊടാനായി കൈനീട്ടിയതും റോസ് വേഗം തട്ടിമാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ അവനെ നോക്കി. എനിക്ക് തനിയെ പോകാൻ അറിയാം. അവളെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഞൊണ്ടി ഞൊണ്ടി നടന്നു. ഉമ്മയും അവനും അത് നോക്കി നിന്നു. പാവം കുട്ടി, അതിൻ്റെ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആണ്, നീയൊന്ന് നന്നാക്കി കൊടുത്തിട്ട് വാ, അതും പറഞ്ഞ് ഉമ്മ അകത്തേക്ക് കയറി. ഉമ്മ അകത്തേക്ക് കയറി എന്ന് കണ്ടതും അവൻ വേഗം അവളുടെ അടുത്തേക്ക് നടന്നു. അവളെ ഇടുപ്പിലൂടെ ഒറ്റപ്പെടുത്തും. പെണ്ണ് വീഴാൻ പോയി. പക്ഷേ ദേഷ്യത്തിലുള്ള നോട്ടം ഇതുവരെ മാറിയില്ല. ചേച്ചിക്ക് വേദനിക്കുന്നില്ലേ? ഇങ്ങനെ ഞൊണ്ടിപ്പോയാൽ അവിടെ ഇപ്പോൾ എത്തില്ല, ഞാൻ എടുത്തോണ്ട് പോവാം, ചെറിയ പരിഹാസ സ്വരത്തിൽ അവൻ പറഞ്ഞപ്പോൾ ഇതുവരെ കാണാത്ത അവൻ്റെ ചിരിയിൽ അവൾ മയങ്ങിപ്പോയി. അത്ര ഭംഗിയുണ്ടായിരുന്നു. കളിയാക്കിയതാണെങ്കിലും ചിരി കാണാൻ. അവൾ ചിന്തിക്കുന്ന മുമ്പ് അവനെടുത്ത് പൊക്കി. അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി. ഇങ്ങനെ ഒരു മൊമെൻ്റ് മുമ്പ് താൻ പണ്ട് ഹിന്ദി സീരിയലുകളിൽ മറ്റും കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ മുഴുവൻ അമീർ തന്നെ ചേച്ചിയെന്ന് വിളിച്ച ചിന്ത മാത്രമാണ്. അവൻ തന്നെ കാലുകൊണ്ട് ചാരിയ വാതിൽ ഒരു ചവിട്ടെടുത്ത് തുറന്നു. അവളെ സോഫയിൽ കിടത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ നിന്നത് അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അവളുടെ കരഞ്ഞ കണ്ണുകളും ചുവന്ന മൂക്കും കണ്ട് അവൻ നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു. എന്തിനാ എന്നെ ചേച്ചി എന്ന് വിളിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറ്റിച്ചതല്ലേ? അവൾ ഇടർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ എന്തിനു പറ്റിക്കണം? എന്നെപ്പറ്റി എന്തറിയാം റോസിന്? അവനത് ചോദിക്കുമ്പോൾ അവൾ ഒന്നും അറിയില്ല എന്ന രീതിയിൽ തലയനക്കി. എൻ്റെ പേര് അമീറാണ്, മലപ്പുറത്താണ്. ഇത് മാത്രമല്ലേ തനിക്കറിയുള്ളൂ? ഞാനൊരു +2 റിപ്പീറ്ററാണ്. എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഇവിടെ പാലിയിലാണ് ഞാൻ 2 മാസത്തെ ക്രാഷ് കോഴ്സ് ചെയ്യുന്നത്. അതിനു മുമ്പ് മലപ്പുറത്ത് തന്നെയായിരുന്നു കോച്ചിങ് ചെയ്തത്. ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് MBBS സീറ്റ് കിട്ടിയില്ല. ഡോക്ടർ ആവാനുള്ള എൻ്റെ ആഗ്രഹം പാപ്പാക്ക് താല്പര്യമില്ല. എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് ആൾക്ക് താല്പര്യം. ഞാൻ പറയാതെ തന്നെ തനിക്കറിയുമല്ലോ, ഒരു മുസ്ലിം ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രഷർ. എൻ്റെ സ്വന്തം വാശിയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉമ്മ എൻ്റെ കൂടെ ഇവിടെ വന്നത്. അവൻ അത്രയും പറഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൾ അന്തം വിട്ട് നോക്കുകയാണ്. വെറും 19 വയസ്സ് ആണോ നിനക്ക്? അതായത് എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാണോ നീ? അവളുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന പോലെയുള്ള സംശയം അവൾ ഒന്നുകൂടി ഉറപ്പിച്ചു. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചിയെന്ന് വിളിച്ചത്, അവൻ വ്യക്തമായി മറുപടി നൽകി. പക്ഷേ നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. നീ എന്നെ പറ്റിക്കുകയല്ലേ? അവൾ വീണ്ടും അവന് ഷർട്ടിൽ പിടിച്ച് അവനെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഈ പ്രാവശ്യത്തെ അവളുടെ പിടുത്തത്തിൽ ശരിക്കും അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. കലങ്ങി മറിഞ്ഞ കണ്ണുകൾ അവനെ അസ്വസ്ഥമാക്കി. താൻ എന്തിനാണ് എൻ്റെ പ്രായം ഇത്ര ചോദിക്കുന്നത്? പ്രായം കൂടിയാലും കുറഞ്ഞാലും എന്താ കുഴപ്പം? റോസിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. വേറെ എന്തുണ്ട് എന്ന് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അഭിനയിക്കാൻ ശ്രമിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് താൻ എന്നെ നോക്കുന്നത്. താൻ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ നോമ്പെടുത്തത്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജനൽക്കൂടെ വായി നോക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആമിർ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൾ ചമ്മലോടെ മുഖം താഴ്ത്തി. അവൻ്റെ മുന്നിൽ തോൽക്കാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തത് എന്ന്? ഞാൻ പണ്ടും ജനൽക്കൂടെ പുറത്തു നോക്കാറുണ്ട്. ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതാണ്, അല്ലാതെ നിന്റെ ഭംഗി ആസ്വദിക്കുകയല്ല. പിന്നെ നോമ്പെടുത്തത് ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. ദേഷ്യത്തിൽ അവൾ പറഞ്ഞതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ചുനേരം രണ്ടുപേരുടെ ഇടയിൽ മൗനമായിരുന്നു. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ഞാൻ കരുതി തനിക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാനായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ പറയാൻ വന്നതും അവൾ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റിരുന്നു. കുട്ടി എന്തൊക്കെയായി പറയുന്നത്? ഒന്നുമില്ലെങ്കിലും കുട്ടിയേക്കാൾ പ്രായമുണ്ട് എനിക്ക്. എന്നെ ചേച്ചി എന്നല്ലേ വിളിച്ചത്? ചേച്ചിയെ തന്നെ ഇനി കണ്ടേക്ക്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. കൂടുതൽ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട. അല്ലെങ്കിൽ എന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുക്കനെ പ്രേമിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. നാട്ടിലെന്താ വേറെ ആണുങ്ങളില്ലേ? ഞാൻ വിചാരിച്ചാൽ എനിക്ക് നല്ല അടിപൊളി അച്ചായന്മാരെ തന്നെ കിട്ടും. പിന്നെയാ ഏത് മുസ്ലിം ചെറുക്കൻ, അത് മലപ്പുറത്ത്. ഇവിടെ കോട്ടയത്തൊന്നും ആണുങ്ങളില്ലാഞ്ഞിട്ടാ? അവൾ ദേഷ്യത്തിൽ അവനെ നേരെ ചാടിക്കയറി പറയാൻ തുടങ്ങിയതും അവൻ ഓരോ അടി പിന്നിലേക്ക് നടന്നു. താൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എനിക്ക് തോന്നിയത് ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഈ കാര്യം ഞാൻ ഇനി സംസാരിക്കില്ല. ഐ ആം സോറി. ആമീർ ഇത്രയും പറഞ്ഞ് ഗൗരവത്തിൽ ഇറങ്ങിപ്പോയി. അവൻ പോയതും അവൾ ദേഷ്യത്തിൽ ശക്തിയിൽ വാതിലടച്ചു. വേഗം തന്നെ മുറിയിലേക്ക് കയറി കണ്ണാടിയിൽ പോയി സ്വയം നോക്കി. കരഞ്ഞു കലങ്ങി അവളുടെ രൂപം കണ്ട് അവൾക്ക് തന്നെ അവളോട് പുച്ഛം തോന്നി. വേഗം കട്ടിലേക്ക് ചാടി വീണു അവൾ. ഹൃദയം കീറി മുറിഞ്ഞു ചോര പൊടിയുന്ന പോലെ. ഇഷ്ടമുള്ള ആളോട് ഇഷ്ടമില്ല എന്ന് ദേഷ്യത്തിൽ പറയുന്ന അവസ്ഥ. അവൾ വേഗം എഴുന്നേറ്റ് ഉണ്ണിയേശുവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തിയിരുന്നു. എനിക്കിഷ്ടമാണ് അമീറിനെ.
പക്ഷെ എന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തിനാണ് കർത്താവേ എന്നെ അവനേക്കാൾ മുമ്പ് ജനിപ്പിച്ചത്? മനസ്സിലൊരുപാട് പതിഞ്ഞു പോയില്ലേ അവൻ? എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് വെറുതെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയത്? ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു അവൻ എന്നെക്കാൾ ചെറുതാണ് എന്ന്? എങ്കിൽ ഞാൻ അവനെ ഒരു കുഞ്ഞാനിയനെ പോലെ മാത്രമേ കാണുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെ പ്രണയിച്ചു പോയി. അവൻ്റെ കൂടെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ടുപോയി. എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നു, റോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും താഴെ പപ്പയും മമ്മിയും എത്തിയപ്പോൾ അവൾ കണ്ണു തുടച്ചുകൊണ്ട് പഴയ റോസ് അവൻ തീരുമാനിച്ചു. പപ്പയും മമ്മിയും ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിൽ മുഴുവനും ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. രാത്രി എങ്ങനെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ അവൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഫോൺ വിളിച്ചു. ഒറ്റ ശ്വാസത്തിൽ എല്ലാം പറയുമ്പോൾ അവളും ഇവളെപ്പോലെ ഞെട്ടിയിരുന്നു. പക്ഷേ റോസ്, നീ എഴുതി കൊടുത്ത കത്ത് അതിപ്പോൾ അവൻ വായിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ നീ സ്നേഹിച്ചു എന്ന കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ചോദ്യത്തിൽ അവൾ ഞെട്ടിത്തെറിച്ചുപോയി. അവൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ കത്തെഴുതി വെച്ച കാര്യം അവൾ മറന്നുപോയി. വേഗം ജനൽ തുറന്ന് അവൻ്റെ ജനലിലേക്ക് എത്തി നോക്കിയ അവൾ വളരെ വ്യക്തമായി തന്നെ മുന്നിലുള്ള കാഴ്ച കണ്ടു. താൻ എഴുതിയ ലവ് ലെറ്റർ വായിക്കുന്ന ആമിർ. വായിച്ച ശേഷം അവൻ ജനലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞ അവനെ നോക്കുന്ന എന്നെയും കണ്ടു. ദേഷ്യത്തിൽ അവൻ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബിന്നെ ഇടുന്നത് അവൾ കണ്ടു. ഒപ്പം ശക്തിയിൽ ആ ജനലും അടച്ചു. മുഖത്തേക്ക് അടിയേറ്റ പോലെ റോസ് വിളറി വെളുത്ത് നിന്നുപോയി. ക്ലാസ്സിൽ ഇന്നലെ അമീർ ചെയ്ത പ്രവൃത്തിയിൽ ഹൃദയം നൊന്ന് ഇരിക്കുകയായിരുന്നു റോസ്. ബ്രേക്കായതും റോസിനെയും കൂട്ടി അച്ചു വാഗമര ചുവട്ടിൽ പോയി. നീ ഇങ്ങനെ കുറേ കരഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം? എന്തായാലും നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാ പെൺപിള്ളേർക്കും ആൺകുട്ടികളോട് ഒരു ക്രഷ് തോന്നും, അത് സ്വാഭാവികം. അത് ചിലർ റിജക്റ്റ് ചെയ്യും, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്, അച്ചു ആശ്വാസപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രശ്നം റിജക്ഷൻ അല്ലല്ലോ. അവൻ എന്നെക്കാൾ 3 വയസ്സിന് ചെറുതാണ്. അനിയനെ പോലെ കാണേണ്ട ചെക്കനെ ഞാൻ മോശമായി കണ്ടു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ? കത്ത് വായിച്ച എൻ്റെ മുഖത്ത് നോക്കിയാണ് അവൻ കീറിക്കളഞ്ഞത്. എന്നെ കാണുമ്പോൾ എന്തായാലും ചോദിക്കില്ലേ അവൻ? ഞാൻ എന്ത് മറുപടി പറയും? റോസ് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ആത്മാർത്ഥമായി ഒരു സോറി അങ്ങ് പറ. നിനക്ക് തെറ്റുപറ്റിപ്പോയി എന്നും പ്രായത്തിൽ മൂത്തതാണ് എന്ന് കരുതിയെന്നും പറ. അച്ചു അവസാന ശ്രമം എന്നോളം പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാത്ത അവസ്ഥ? അവൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ വരെ പേടിയാണ്. അവൻ്റെ ഉമ്മയോട് പറഞ്ഞു കാണുമോ? ഉമ്മ എൻ്റെ മമ്മിയോടും പപ്പയോടും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ കാണുന്ന ഹിന്ദി സീരിയലാണ് എന്നെ വഴിതെറ്റിക്കുന്നത് എന്നാണ് മമ്മ പറയുന്നത്. ഉറപ്പായിട്ട് ഇനി അത് നിർത്തിക്കും. അവൾ പൊട്ടിക്കരഞ്ഞു. നീ കാട് കയറി ചിന്തിക്കേണ്ട, അതൊന്നും ഇപ്പോൾ നടക്കില്ല. എനിക്ക് തോന്നുന്നില്ല അമീർ ഇതെല്ലാം പോയി ആരോടെങ്കിലും പറയുമെന്ന്. നീ എന്തായാലും അവനോട് ക്ഷമ പറഞ്ഞേക്ക്, അപ്പോൾ പ്രശ്നം തീരും. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെക്കൊണ്ട് അവനെ മറക്കാൻ കഴിയുമോ? അച്ചു ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് തോന്നുന്നില്ല. സ്നേഹിക്കുന്ന ചെക്കനെ എങ്ങനെ ഞാൻ ആങ്ങളെയായിട്ട് കാണുക? അവനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ ചീത്ത ചിന്തകളാണ് വരിക. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, അവനെ ഞാൻ കുളി കഴിഞ്ഞിട്ട് കണ്ടു എന്ന്. എന്തോ ഭംഗിയാണെന്നറിയോ ചെക്കനെ കാണാൻ. ആ ലുക്കിൽ തന്നെ ഞാൻ വീണുപോയി. പിന്നെ ഒടുക്കത്തെ ദുബായ് പെർഫ്യൂം സ്മെല്ലും. അവനൊന്ന് എന്നേക്കാൾ മുമ്പ് ജനിച്ചാൽ മതിയായിരുന്നു. എടി, ഈ ഐശ്വര്യ റായും അഭിഷേകും ഒക്കെ ഇപ്പോൾ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞത്? അതുപോലെ സച്ചിൻ തെണ്ടുൽക്കറും ഭാര്യയും ഒക്കെ ഇതുപോലെ പ്രായ വ്യത്യാസമില്ലേ? റോസ് ചോദിച്ചു. മോളെ, നിന്റെ ഇളക്കം എങ്ങോട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും പറയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ 1-2 ഫേമസ് ആയ ആൾക്കാരേ ഉള്ളൂ. അവർക്കൊക്കെ പണമുണ്ട്, ആരും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ പെണ്ണ് മൂത്ത് ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചാൽ അതിന് വേറെ പേരാവും പറയുക. പോരാത്തതിന് നിങ്ങൾ മതം വരെ വേറെ. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട. ഇപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു, അച്ചു താക്കിയതോടെ പറഞ്ഞു. എടി, കല്യാണം കഴിക്കാൻ ഇനിയും ഒരു 5-6 കൊല്ലം എടുക്കില്ലേ? ആ കാലഘട്ടം ആവുമ്പോൾ കുറച്ചുകൂടി ലോകം മുന്നോട്ട് ഫോർവേഡ് ആയാലോ? റോസ് ഒന്നും കൂടി ചോദിച്ചു നോക്കി. എൻ്റെ പൊന്നു റോസമ്മേ, പൊട്ടത്തരം കാണിക്കല്ലേ. 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഈ കാര്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരും നാട്ടിലെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ചെക്കന് പ്രായപൂർത്തി ആയിട്ടുകൂടി ഉണ്ടോ? സംശയമാണ്. നീറ്റ് എക്സാം പാസ്സായി അവനൊരു ഡോക്ടറായി MBBS പഠനവും കഴിഞ്ഞ് വരാൻ തന്നെ എടുക്കും 5 കൊല്ലം. ഇതും കഴിഞ്ഞ് വല്ല PG ഇൻറ്റേൺഷിപ്പൊക്കെ എടുത്തു വരുമ്പോഴേക്കും ഒരു 6-8 കൊല്ലം പോയി. അപ്പോഴേക്കും എൻ്റെ റോസേ, നീ തള്ളയായിട്ടുണ്ടാവും. അവൻ ചെത്തുപയ്യനും. അച്ചു പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ശരിയാണ്, ഇനി ഏകദേശം 5-10 കൊല്ലങ്ങൾ സമയമെടുക്കും. അവൻ ചെറിയ കുട്ടി തന്നെയാണ്. 3 വയസ്സ് ശരിക്കും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയുടെ ഇടയിൽ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് എന്ന് അവൾക്ക് തോന്നി.
പ്രണയിച്ചപ്പോലും ഒരിക്കലും തനിക്ക് അത്രയും കൊല്ലം വീട്ടുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വെറുതെയാണ് താൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അവനെ കിട്ടില്ല. അവൾ വീണ്ടും കരഞ്ഞു. മോളെ കരയല്ലേ, സാരമില്ല. എത്ര അച്ചായന്മാരുണ്ട് ഈ കോട്ടയത്ത്. നമുക്ക് വല്ല ഡാനിയോ ഫ്രെഡിയോ മതിയടി. നീ അമീറ മുഹമ്മദോ ഒക്കെ മാറ്റി പിടിക്ക്. അച്ഛ അവളുടെ തലയിൽ തലോടി പറഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചു. മറക്കാമല്ലേ? റോസ് ചോദിച്ചു. മറക്കണം. 21 വയസ്സ് പോലും തികയാത്ത ചെക്കനാണ്, അച്ചു പറഞ്ഞു. പക്ഷേ അവൻ കണ്ടാൽ ഒരൊത്ത പുരുഷനാണ്, റോസ് പറഞ്ഞു. അത് അവർ നല്ല ഇറച്ചിയും മീനും തന്നെയല്ലേ തിന്നുന്നത്. അതിൻ്റെ കൊഴുപ്പാ. നീ ആ തൊലി വെളുപ്പും മസിലും കണ്ട് വീഴല്ലേ. അവനേതെങ്കിലും തട്ടത്തിന് കെട്ടി പോയിക്കോട്ടെ, അച്ചു പറഞ്ഞപ്പോൾ റോസ് അവളെ നോക്കി പാടിയ പുഞ്ചിരി നൽകി. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടു തൻ്റെ സ്കൂട്ടർ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് അമീറാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അമീറിനെ കാണണം, അതിപ്പോൾ അത്യാവശ്യമാണ്. രണ്ടും കൽപ്പിച്ച് അവൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. മമ്മി കിടന്ന് ഒച്ചയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഉമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആളൊന്ന് അടങ്ങി. കോളിംഗ് ബെല്ല് അടിച്ചതും അവനാണ് വാതിൽ തുറന്നത്. ഉമ്മ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കാൻ നിന്നതും അവൾ വേഗം തടഞ്ഞു. എനിക്ക് അമീറിനോട് സംസാരിക്കണം, അവൾ പറഞ്ഞതും അവൻ വാതിൽ തുറന്ന് ഗൗരവത്തെ നോക്കി. ഉമ്മ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. എന്തായാലും ചേച്ചി എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ. അടുക്കളയിൽ കയറി എനിക്കൊരു കോഫി ഇട്ടിട്ട് മുകളിലേക്ക് വാ, നമുക്കൊന്ന് വിശദമായി സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവനെന്താവും തന്നോട് പറയുക. അടുക്കളയിൽ ചെന്ന് വെപ്രാളത്തിൽ വേഗം കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. കാപ്പി ഇട്ട ശേഷം അവൾ അതെടുത്ത് മുകളിലേക്ക് കയറി. കയ്യിലൊരു പേപ്പറുമായി അവൻ അവളെ തിരിഞ്ഞു നോക്കി. ആരിത്? ചേച്ചിയോ? അവനത് കുറച്ച് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. എന്നെ ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, റോസ് കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് കാപ്പി മേശപ്പുറത്ത് വെച്ചു. ഓർമ്മിപ്പിക്കണമല്ലോ, ഒരു സഹോദരി ഒരു സഹോദരനോട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ താൻ എന്നോട് ചെയ്തത്, അവൻ കുറച്ച് പുച്ഛഭാവത്തോടെ പറഞ്ഞത്. അവൾ വെട്ടി വിയർക്കാൻ തുടങ്ങി. അത് എനിക്കറിയില്ലായിരുന്നു അമീർ. ഞാൻ നീ എന്നേക്കാൾ മൂത്ത പുരുഷനാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു കത്തെഴുതിയത്. പലവട്ടം ഞാൻ നിന്റെ അടുത്തും അമ്മയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് നീ എന്താണ് പഠിക്കുന്നതെന്ന്. വ്യക്തമായ ഒരു മറുപടി അന്നെനിക്ക് കിട്ടാത്തതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതുതന്നെ അല്ലേടി ചക്കപ്പോത്തെ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നിന്റെ ഒരു ഷോ ആയിരുന്നല്ലോ. മുസ്ലിം ചെക്കനെ പ്രണയിക്കേണ്ട ആവശ്യം എനിക്കെന്താ? നാട്ടിൽ വേറെ ആണുങ്ങളില്ലേ? അവളുടെ മണ്ണാങ്കട്ട. ദേഷ്യത്തിൽ തന്നെ നേരെ വരുന്ന അവനെ കണ്ടതും അവൾ പേടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നുപോയി. എവിടെ ഇപ്പോൾ നാവില്ലേ എൻ്റെ പൊന്മോൾക്ക്? അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ 2 തോളിൻ്റെ ഇരുവശവും കൈകൊണ്ട് കുത്തി നിന്ന് മുഖത്തോട് മുഖം അടുപ്പിച്ച് നിന്നു. തെറ്റുപറ്റിപ്പോയി, എനിക്കൊരു ഇഷ്ടം തോന്നി. പക്ഷേ ഇനി അങ്ങനെ ഒന്നും തോന്നില്ല. മുഖത്തേക്ക് നോക്കാതെ നിലത്ത് നോക്കി പറഞ്ഞു അവൾ. ഉറപ്പാണോ? അവൻ ചെറുതായി അവളെ പട്ട് കളിപ്പിക്കാനായി അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവളുടെ മൃദുലത തൻ്റെ നെഞ്ചിൽ അറിഞ്ഞപ്പോൾ ആദ്യമായി അറിഞ്ഞൊരു സുഖത്തിൽ അവനും ചെറുതായി ഒന്ന് പതറിയെങ്കിലും തൻ്റെ മുന്നിൽ ഉണ്ടക്കണ്ണ് വീഴ്ച നിൽക്കുന്ന അവളുടെ മുഖഭാവങ്ങൾ കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അമീർ, ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കരുത് പ്ലീസ്, കിരച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ കണ്ണുകളിൽ ഊതി. ആർ യു ലോസിങ് യുവർ കൺട്രോൾ റോസ്? അവൻ വീണ്ടും അവളെ കളിയാക്കി. അവൻ്റെ കാപ്പിക്കണ്ണുകളെ നേരിടാനാവാതെ വർദ്ധിച്ചു വരുന്ന ഹൃദയമെടുപ്പിനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ തടയാൻ നോക്കി. അമീർ, എനിക്കിത് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല. നിനക്ക് ചിലപ്പോൾ ഇത് തെറ്റാണ് എന്ന് തോന്നും. ഇപ്പോൾ പോലും നീ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിന്നെ എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ തോന്നുന്നില്ല. എനിക്കിഷ്ടമാ നിൻ്റെ ഉമ്മേനെ. പ്രായം കൊണ്ട് ഞാൻ മൂത്തതാണെന്ന് എനിക്കറിയാം. ഞാൻ ചിന്തിക്കുന്നതും തെറ്റാ. പക്ഷെ വേറെ ആണുങ്ങളുടെ അടുത്ത് തോന്നാത്തൊരു ഫീൽ ആണ് നിന്നോട്. ഇവിടെ സോറി പറയാൻ വന്നതാണ് ഞാൻ. പക്ഷെ നിന്നെ കാണുമ്പോൾ ഞാൻ വീണ്ടും മനസ്സ് മറന്നു. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോയി എന്ന് എനിക്കറിയാം. എന്നാലേ കുഴപ്പമില്ല. ഐ ലവ് യു അമീർ, ഐ റിയലി ലവ് യു. ഞാൻ കാത്തിരുന്നോളാം നീ പഠിച്ചു കഴിയുന്നവരെ. അവൾ പ്രതീക്ഷയോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ അവളെ അടുത്തുനിന്ന് കൈയെടുത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചു.